മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ഫോട്ടോ പങ്കുവച്ചതിന് ഒരു കോൺഗ്രസ് നേതാവിന് എൻ സുബ്രഹ്മണ്യനെ അറസ്റ്റ് ചെയ്തു. കലാപാഹ്വാനത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ പിണറായി വിജയനെതിരെ പറയണോ അല്ലേ? അതാണ് പ്രിയൻ രാവിലെ ഉദ്ദേശിക്കുന്നത്. എനിക്ക് സൗകര്യമില്ല. കാരണം ഞാൻ പറയാൻ പോകുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സാധാരണഗതിയിൽ ഇത് പറയുമ്പോൾ പിണറായി വിജയൻ്റെ പോലീസിൻ്റെ ധാർഷ്ട്യം, പിണറായിയുടെ അധികാര ഹുങ്ക്, മൈക്കിനെ പോലും ഹൗള് ചെയ്തതിന് മൈക്കിനെ പോലും അറസ്റ്റ് ചെയ്ത പിണറായി എന്തൊക്കെ ഒരു നാരേറ്റീവല്ല, നടന്ന സംഭവമാണ്. പിണറായി അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിണറായി അധികാരത്തിൻ്റെ ധാർഷ്ട്യം ഏറ്റവും കൂടുതൽ പ്രകടിപ്പിച്ചിട്ടുള്ള മുഖ്യമന്ത്രിയാണ്, തർക്കമൊന്നുമില്ല. പക്ഷേ ഞാൻ വേറൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. കാരണം കേരളത്തിലിപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വലിയ അടിയൊഴുക്കുകൾ, അന്തർനാടകങ്ങൾ നടക്കുകയാണ്. പിണറായി വിജയനും CPM ഇനി കേരളത്തിൽ അധികാരത്തിൽ വരരുത് എന്ന് കേരള പോലീസിലെ ഒരു വിഭാഗം തീരുമാനമെടുത്തു കഴിഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. കാരണം ഈ സ്വർണ്ണക്കള്ളക്കടത്ത് വലിയ കൊള്ളക്കുണ്ടാക്കി ആ സംഭവം ഉണ്ടായി വന്നപ്പോൾ ഉടനെ പിണറായി വിജയൻ പറഞ്ഞു, എനിക്ക് സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന സ്ത്രീ അറിയില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് സ്വപ്ന സുരേഷ്, പിണറായി വിജയൻ ഒക്കെ ഇരിക്കുന്നതിൻ്റെ പിന്നിൽ നിന്ന് അവരോട് എന്തോ സംസാരിക്കുന്ന വീഡിയോ ഉൾപ്പെടെ പുറത്തു വന്നു. ആ വീഡിയോ കേരളത്തിലെ ആയിരക്കണക്കിന് ആളുകൾ, പ്രതിപക്ഷത്തുള്ള ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എത്ര പേരെ അറസ്റ്റ് ചെയ്തു? ആരെയും അറസ്റ്റ് ചെയ്തില്ല, ഇല്ലേ? അങ്ങനെയുള്ള പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പോറ്റിയെ താൻ കണ്ടിട്ടുണ്ടെന്ന്. ഇപ്പോഴല്ല, ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പിണറായി വിജയൻ്റെ ഈ നമ്മുടെ രവാഡ ചന്ദ്രശേഖർ കേരള പോലീസിൻ്റെ മേധാവിയായതിനു ശേഷം സെക്രട്ടേറിയറ്റിൻ്റെ മുൻവശത്തോ മറ്റോ നിൽക്കുന്ന ഒരു സ്ഥലത്ത് എന്തോ ഒരു പരിപാടിയുടെ താക്കോൽ കൈമാറുന്ന ചടങ്ങ്, ആംബുലൻസിൻ്റെ താക്കോൽ കൈമാറുന്ന ചടങ്ങിൽ പിണറായി വിജയൻ്റെ പിറകിൽ പോറ്റി നിൽക്കുന്നുണ്ട്. അയാൾ പിണറായി വിജയനെ നോക്കി ഇങ്ങനെ തൊഴുന്നുണ്ട്. ഈ വീഡിയോ പുറത്തു വന്നു. അതിൻ്റെ പേരിൽ അത് പോസ്റ്റ് ചെയ്ത കോൺഗ്രസിൻ്റെ ഒരു നേതാവിനെ പിണറായി വിജയൻ ഉത്തരവിട്ട് അറസ്റ്റ് ചെയ്യിച്ചു എന്ന് പറയുന്നത് വ്യാജമാണ്. അത് ഒരു കളിയാണ്. കേരള പോലീസിൽ UDFന് അനുകൂലമായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമുണ്ട്. CPMകാർ മാത്രമല്ല, CPMന് ബ്രാഞ്ച് കമ്മിറ്റി വരെയുണ്ട്, പോലീസ് ഫ്രാക്ഷനുണ്ട്. അതുപോലെ ലീഗിന് വേണ്ടി SDPIക്ക് പോപ്പുലർ ഫ്രണ്ടിൻ്റെ പച്ച വെളിച്ചം പോലും ഉണ്ട്. അങ്ങനെ CPM വിരുദ്ധരായ ഒരു സംഘം കേരള പോലീസിലുണ്ട്. അവരെ സംബന്ധിച്ച് പിണറായി വിജയൻ്റെ അല്ലെങ്കിൽ CPMൻ്റെ ഭരണം ഇനി കേരളത്തിൽ ഉണ്ടാവരുത് എന്ന് അവർ ആഗ്രഹിക്കുന്നു. അതിന് അനുകൂലമായ ഒരു സാഹചര്യം ഇപ്പോൾ കേരളത്തിലുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള 100 ദിവസത്തിനുള്ളിൽ പരമാവധി പിണറായി വിജയൻ്റെയും കേരള പോലീസിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും പ്രതിച്ഛായ മോശമാകണം എന്ന് പോലീസിൽ ഒരു വിഭാഗം തീരുമാനമെടുത്തു കഴിഞ്ഞു. നിങ്ങൾ ആലോചിക്കണം, കേരളത്തിലെ പ്രതിപക്ഷത്തിന് 2 മുൻ ആഭ്യന്തരമന്ത്രിമാരുണ്ട്. കേരള പോലീസിനെ കയ്യിലിട്ട് അമ്മാനമാടിയ 2 ആഭ്യന്തരമന്ത്രിമാർ, 2 പേരും കരുത്തന്മാരാണ്. 2 ആഭ്യന്തരമന്ത്രിമാർ UDFനൊപ്പം ഉണ്ട്. അവരുടെ ഇച്ഛ അനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറുള്ള ഒരുപാട് പോലീസുകാരുണ്ട്. അതുകൊണ്ട് ഇനി നോക്കിക്കോളൂ, ഇനിയുള്ള അടുത്ത 100 ദിവസത്തിനുള്ളിൽ പോലീസിനെതിരെ, പോലീസുമായി ബന്ധപ്പെട്ട നിരന്തരം വാർത്തകൾ വരും. ഇന്നിപ്പോൾ കൊച്ചിയിൽ ഒരു വാർത്തയുണ്ട്. കൊച്ചിയിൽ പുതുവർഷാഘോഷങ്ങൾ കഴിഞ്ഞു പോകുന്ന 2 ചെറുപ്പക്കാർ പുലർച്ചെ 1 മണിയോട് അടുപ്പിച്ചാണ്. അപ്പോൾ പോലീസുകാർ കൈ കാണിച്ചു, കൈ നിർത്തിയില്ല. പോലീസുകാരൻ കയറി ഹാൻഡിൽ പിടിച്ചു. വലതുവശത്ത് പിടിച്ചതുകൊണ്ട് ഹാൻഡിൽ ഓട്ടോമാറ്റിക്കലി ആക്സിലേറ്റർ ചെയ്തു, വണ്ടി മറിഞ്ഞു. 2 പേരും വീണു. പിടിച്ച പോലീസുകാരൻ വീണു, വണ്ടിയിലിരുന്നവരും വീണു. പോലീസ് എന്നിട്ട് എന്ത് ചെയ്തു? പരിക്കേറ്റ പോലീസുകാരനെ അപ്പോൾ തന്നെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോയി. വീണ് കിടന്ന പരിക്കേറ്റ ചെറുപ്പക്കാരനെ കൊണ്ടുപോകൂ എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും പോടാ തെണ്ടികളെ എന്ന് പറഞ്ഞിട്ട് പോലീസ് പോയി എന്നൊക്കെ പറഞ്ഞാണ് ഭാഷ്യം. എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ സംഭവിച്ചെങ്കിൽ നിർഭാഗ്യകരമാണ്, സംഭവിച്ചില്ലെങ്കിലോ. പക്ഷേ ഇന്നത്തെ മനോരമ പത്രം നോക്കണം, ഇതിൻ്റെ ഗ്രാഫിക്സ് ഒക്കെ വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിണറായിയുടെ പോലീസ് എന്താണ് കാണിക്കുന്നത് എന്ന് പോലീസിനെതിരെ ജനവികാരം ഉണ്ടാകണം. ആ ജനവികാരം പിണറായിക്കെതിരായി മാറും. ഒന്നത്. രണ്ടാമത്, ഇനി അങ്ങനെ ഒരു അപകടം പറ്റി ഗുരുതരമായി പരിക്കേറ്റ ഒരാൾ റോഡിൽ കിടന്നാൽ സാധാരണഗതിയിൽ പോലീസുകാർ അപകടം പറ്റിയ ആളെ കൊണ്ടുപോകും. ഇനി മനഃപൂർവ്വം ഈ പോലീസുകാർ കൊണ്ടുപോയില്ലെങ്കിൽ അയാൾ അവിടെ കിടക്കട്ടെ, അത് സർക്കാരിനെതിരെയുള്ള ഒരു ആയുധമായി മാറട്ടെ എന്ന പോലീസുകാർ കരുതിയിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? പോലീസ് ഇനി ഒരുപക്ഷെ ഈ അടുത്ത 100 ദിവസത്തിനുള്ളിൽ ചിലപ്പോൾ ലോക്കപ്പ് മർദ്ദനം ഉണ്ടാവാം. ലോക്കപ്പ് മർദ്ദനത്തിൻ്റെ വാർത്തകൾ ഇപ്പോൾ വീണ്ടും വരിക. അത്തരം വാർത്തകൾ, പഴയ വിഷ്വൽസൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് അപേക്ഷകൾ ഇപ്പോൾ വിവരാവകാശ കമ്മീഷന് മുമ്പാകെ വരുന്നുണ്ട്. ഇതെല്ലാം തെരഞ്ഞെടുപ്പ് മുമ്പ് വരും. ഇതിനൊക്കെ ഓർക്കസ്ട്രേറ്റ് ചെയ്യാൻ ഒരു സംഘം പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറായി വരുന്നുണ്ട്. കാരണം കേരളത്തിലെ കോൺഗ്രസ്സിന് അധികാരം കിട്ടിയേ പറ്റൂ. അധികാരം കിട്ടുമെന്ന് അവർ കപ്പിനും ചുണ്ടിനും ഇടയ്ക്ക് അധികാരം നിൽക്കുകയാണ്. അവർ നോക്കുന്നത് അധികാരം കിട്ടുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിന് ഭരിക്കുക, കോൺഗ്രസ് നിലനിന്ന് പോകാൻ. കേന്ദ്രത്തിൽ ഭരണമില്ല, സംസ്ഥാനത്ത് 10 വർഷം ഭരണമില്ല. അങ്ങനെ വരുമ്പോൾ ഇനി അടുത്ത 5 വർഷം കൂടെ പ്രതിപക്ഷത്തിരിക്കേണ്ടുന്ന കോൺഗ്രസ് പാർട്ടി അനിക്സ്പ്രേ പോലെ ആയിപ്പോവും.
പക്ഷേ അത് കോൺഗ്രസിൻ്റെ സ്വകാര്യ ദുഃഖമാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമി, വെൽഫെയർ പാർട്ടി, SDPI, മുസ്ലിം ലീഗ്. ഇവർക്കൊക്കെ അധികാരം വേണ്ടത് അവരുടെ മതം വളർത്താനാണ്. അവരുടെ മത നിയമങ്ങൾ അനുശാസിക്കുന്ന തരത്തിലുള്ള വ്യവസ്ഥ കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. KM ഷാജി പറഞ്ഞു കഴിഞ്ഞല്ലോ, മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞ 10 വർഷം കിട്ടാതെ പോയതൊക്കെ തിരിച്ചു പിടിക്കാനാണ് ഞങ്ങൾക്ക് ഭരണം വേണ്ടത്, അല്ലാതെ നാട്ടുകാരെ മുഴുവൻ ഉദ്ധരിക്കാനൊന്നുമല്ല. അപ്പോൾ ഇവർ കൃത്യമായ അജണ്ട പറയും. ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് പറയുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ മാധ്യമം പത്രം നടത്തുന്നു, മികച്ച സാംസ്കാരിക പ്രസിദ്ധീകരണമായ മാധ്യമം ആഴ്ചപ്പതിപ്പ് നടത്തുന്നു, ഇന്നൊരു മീഡിയ വൺ എന്ന് പറയുന്ന ഒരു ചാനൽ നടത്തുന്നു. ഇതൊക്കെയല്ലേ ജമാഅത്തെ ഇസ്ലാമി? അതെ, ജമാഅത്തെ ഇസ്ലാമി ഇവിടെ ഏതാണ്? നിങ്ങൾ ബംഗ്ലാദേശിലേക്ക് നോക്കൂ, അവിടെ മനുഷ്യനെ തല്ലി കൊന്ന് കെട്ടി തൂക്കി പച്ചയ്ക്ക് കത്തിക്കുന്നവൻ്റെ പേര് ജമാഅത്തെ ഇസ്ലാമി എന്നാണ്. അവർക്ക് ഭൂരിപക്ഷം ഉണ്ടാകുന്നതുവരെ അവർ അന്തിച്ചർച്ച നടത്തുന്ന ചാനൽ നടത്തും, പത്രമിറക്കും, വാരിക നടത്തും, അവർ മതേതരത്വം, ഭരണഘടന ഇതിനെക്കുറിച്ച് സംസാരിക്കും. അവർ ഭൂരിപക്ഷമാവുമ്പോൾ അവർ ദീപുമാരെ കെട്ടിത്തൂക്കി പച്ചയ്ക്ക് തീ കൊടുത്തു. ഇതാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത്. ഇതാണ് ജമാഅത്തെ ഇസ്ലാമി. ഈ ജമാഅത്തെ ഇസ്ലാമി ആരുടെ കൂടെയാണ്? കോൺഗ്രസിൻ്റെ കൂടെയാണ്. ജമാഅത്തെ ഇസ്ലാമിയെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുന്നത് കേരളത്തിൽ സത്യം പറഞ്ഞാൽ BJPയേക്കാൾ കൂടുതൽ CPM ആണ്, പിണറായി വിജയനാണ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിനോട് എൻ്റെ കാര്യത്തിലൊക്കെ പിണറായി മൃദു സമീപനം എടുത്തിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനത്തിന് ശേഷം പോപ്പുലർ ഫണ്ടുകാരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന കാര്യത്തിൽ അത്ര തിടുക്കം കാട്ടേണ്ട, സാവകാശം പോയാൽ മതി എന്ന് പറഞ്ഞത് പിണറായിയെ നമുക്കറിയാം. പക്ഷേ അത്രയൊക്കെ ചെയ്തിട്ടും ഇവിടുത്തെ മുസ്ലിം മത മൗലിക ശക്തികൾ ആരുടെ കൂടെയാണ് നിൽക്കുന്നുവെന്ന് പിണറായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പിണറായി പതുക്കെ മാറി ചിന്തിക്കുന്നു. പിണറായി സ്വന്തം ജ്യോതിഷ വിധി പ്രകാരം തൻ്റെ പാപങ്ങളൊക്കെ മാറ്റാനാണ് എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും ശബരിമല അയ്യപ്പൻ്റെ പേരിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തി അയ്യപ്പ വിഗ്രഹം കയ്യിലേറ്റ് വാങ്ങിയപ്പോൾ ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾ പിണറായി വിജയൻ്റെ മരണമൊഴി എഴുതി കഴിഞ്ഞു. ഇയാളെ രാഷ്ട്രീയമായി ഫിനിഷ് ചെയ്യണമെന്ന് കേരളത്തിലെ ജിഹാദിസ്റ്റുകൾ തീരുമാനിച്ചിട്ടുണ്ട്. അവരാണ് കോൺഗ്രസിനെ നയിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല പിണറായി വിജയൻ ഉത്തരവിട്ടിട്ടാണ് ചേവായൂർ പോലീസ് ഈ കോൺഗ്രസ് നേതാവിനെ അറസ്റ്റ് ചെയ്തത്. അവരൊരു ഇഷ്യൂ ഉണ്ടാക്കി കൊടുത്തു. ചേവായൂർ പോലീസ് ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ CPM വിരുദ്ധരായ പിണറായി വിരുദ്ധരായ CPM വിരുദ്ധതയും പിണറായി വിരുദ്ധതയും ഇപ്പം പറയാനുള്ള കാരണം എന്താണെന്നറിയോ? മറ്റൊന്നും കൊണ്ടല്ല, പിണറായി വിജയനും CPMഉം മൃദു ഹിന്ദുത്വ സമീപനം എടുക്കുന്നു, പ്രോ ഹിന്ദു ആവുന്നുവെന്ന് CPI പോലും പറയുന്നുണ്ട്, ഇല്ലേ? അതെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഹിന്ദുവിന് അനുകൂലമായി ഒന്ന് നോക്കുക പോലും ചെയ്യാൻ തയ്യാറായാൽ നിൻ്റെ ഉദകക്രിയ നടത്തും എന്ന് തീരുമാനിക്കുന്ന ഇസ്ലാമിസ്റ്റുകളുടെ പച്ച വെളിച്ചം പോലെയുള്ള ഗ്രൂപ്പുകൾ കേരള പോലീസിലുണ്ടാവുമ്പോൾ ഏതു തരത്തിലുള്ള നാടകങ്ങളും വിവാദങ്ങളും പോലീസിൻ്റെ ഭാഗത്തുണ്ടാവും, ഉറപ്പാണ്. ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ CPMന് ലഭിച്ചിട്ടുണ്ട്. പോലീസ് അടുത്ത 100 ദിവസത്തിനുള്ളിൽ പോലീസ് ഉദ്യോഗസ്ഥ തലത്തിൽ ഒക്കെ കോൺഗ്രസിൻ്റെ NGO അസോസിയേഷൻ പോലെയുള്ള സംഘടനകൾ, പോലീസിലെ സംഘടനകൾ, ഇവരെല്ലാം ഏതെല്ലാം തരത്തിൽ കേരള സർക്കാരിനെ പിണറായി വിജയനെ ടാർണിഷ് ചെയ്യാനും വിവാദത്തിൽപ്പെടുത്താനും പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ അടുത്ത 100 ദിവസത്തിനുള്ളിൽ ചെയ്യും. അതിൻ്റെ തുടക്കമാണ് ചേവായൂരിൽ നടന്നതെന്ന് എന്നോട് പറഞ്ഞത് സംസ്ഥാന പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥനാണ്. ഇത് പോലീസ് മേധാവി ആയ DGP ആയ രവാഡ ചന്ദ്രശേഖരൻ്റെയോ ആഭ്യന്തര വകുപ്പിൻ്റെയോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി, എപ്പോഴും പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ നെഞ്ചത്തോട്ടാണല്ലോ കയറുന്നത്, P ശശിയുടെ ഉത്തരവനുസരിച്ചൊന്നുമല്ല. കാരണം കേരളത്തിൽ ഇസ്ലാമിസ്റ്റുകൾക്ക് നിർബാധം അഴിഞ്ഞാടി അവർ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കണമെങ്കിൽ UDFൻ്റെ ഭരണം വേണം. UDFൻ്റെ ഭരണത്തിൽ ഇപ്പോൾ രമേശ് ചെന്നിത്തല ഉടുപ്പ് തയ്ച്ചിരിപ്പുണ്ട്, സതീശൻ ഇരിപ്പുണ്ട്, രണ്ടുപേരും തമ്മിൽ അടിയുണ്ടാകുമ്പോൾ മൂന്നാമനായിട്ട് വന്നിറങ്ങാമെന്ന് കരുതിയിട്ട് KC വേണുഗോപാൽ ഇരിപ്പുണ്ട്. അത് 3 പേരും വേണ്ട, 3 പേരും തമ്മിൽ തർക്കം ഉണ്ടാകുമ്പോൾ, കാരണം ഇവർ തമ്മിൽ അടിയുണ്ടാവും. അപ്പോൾ മറ്റേ ആൾ ഞാനാകാമെന്ന് പറഞ്ഞു വരുമ്പം ഇയാൾ ഡൽഹി കിടന്ന് കളിച്ചാൽ മതി, ഇവിടെ പണിയെടുത്ത ഞങ്ങളാണെന്ന് പറഞ്ഞ് 2 പേരും കൂടി ഇയാൾക്കെതിരാകുമ്പോൾ, എന്നാൽ ഒത്തുതീർപ്പ് ഫോർമുല ഞാൻ UDF കൺവീനർ അടൂർ പ്രകാശ്, ഞാൻ ഈഴവ സ്ഥാനാർത്ഥിയാണ്. ഈ കോൺഗ്രസ്സിന് R ശങ്കറിന് ശേഷം ഒരു ഈഴവ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. CPMൻ്റെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഇപ്പോഴും ഈഴവ കമ്മ്യൂണിറ്റിയാണ്. അതുകൊണ്ട് ഞാൻ മുഖ്യമന്ത്രിയാകാം എന്ന് പറഞ്ഞ് അടൂർ പ്രകാശ് വരും എന്നൊക്കെയുള്ളൊരു ഇക്വേഷനുണ്ട്. ഇത് കൂട്ടക്കുഴപ്പമാണ് കോൺഗ്രസ്സിന് സംഭവിക്കാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായി ഭരണം എങ്ങനെ പിടിക്കും? ഇവരിങ്ങനെ അടിയുണ്ടാക്കുമ്പോൾ ഒരു നെയിം സേക്കിൻ്റെ മുഖ്യമന്ത്രി ഉണ്ടാവും. ഭരിക്കുന്നത് ലീഗായിരിക്കും, വെൽഫെയർ പാർട്ടി ആയിരിക്കും, ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും, SDPI ആയിരിക്കും. അത്തരമൊരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിണറായി വിജയനെ അപകീർത്തിപ്പെടുത്തുക, കേരള പോലീസിനെ കൊണ്ട് കുഴപ്പമുണ്ടാക്കുക, അടുത്ത 100 ദിവസങ്ങൾ ഒരു സംശയം. ഞാൻ പിണറായിക്ക് ഒത്താശപാടുമൊന്നുമല്ല, ഞാൻ പറയുന്ന വസ്തുതയാണ്. ശാന്തമായി ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഇന്നു മുതൽ എണ്ണിക്കോ, ഈ ചേവായൂർ സംഭവം മുതൽ എണ്ണിക്കോ, ഇനിയുള്ള ദിവസങ്ങളിൽ
സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട്, സംസ്ഥാന പോലീസുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ ഇപ്പോൾ നോക്കുകയാണ്. സോണിയാഗാന്ധിയുടെ കയ്യിൽ പോറ്റി ചരട് കെട്ടുന്ന ചിത്രം പ്രസിദ്ധീകരിച്ചപ്പോൾ ഒരു പ്രശ്നമില്ല. പിണറായി ഒപ്പം നിൽക്കുന്ന ഒരു പടം ഇട്ടപ്പോൾ ഉടനെ ആ ഇട്ടവനെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുന്നു, അവന് വെളുപ്പിനെ ആപ്പിയിടാൻ പോകാൻ സമ്മതിച്ചില്ല എന്നൊക്കെയാണ് പറയുന്നത്. പ്രാഥമിക കൃത്യം പോലും ചെയ്യാൻ സമ്മതിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് വൈകാരികമായ പ്രശ്നം ഉണ്ടാക്കുന്നു. ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുന്നു. ഇതൊക്കെ ചെയ്യുന്നത് പിണറായി വിജയൻ്റെ തലയിലേക്ക് ഇടാൻ വേണ്ടിയുള്ള ശ്രമമാണ്. കാരണം ഞാൻ പറയുന്നത് CPM ദോഷം വന്നാൽ എനിക്ക് വലിയ സങ്കടമൊന്നുമില്ല. കാരണം അവരർഹിക്കുന്നതാണ്. സ്വയം കൃതാനർത്ഥം കഴിഞ്ഞ 5 വർഷക്കാലം, കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് കേരളത്തിലെ ജനങ്ങളോട്, വിശേഷ്യ ഹിന്ദുക്കളോട് കാണിച്ച ഒരു ചിറ്റമ്മ നയമുണ്ടല്ലോ, അവരെ പുറംകാലിന് ചവിട്ടുന്ന സ്വഭാവം ഉണ്ടായിരുന്നല്ലോ, അവരുടെ വിശ്വാസങ്ങളെ തല്ലിത്തകർക്കുന്ന ഒരു നയമുണ്ടായിരുന്നല്ലോ, അതിനൊക്കെയുള്ള തിരിച്ചടി ഇപ്പോൾ കിട്ടുകയാണ്. തിരിച്ചടി കിട്ടുമ്പോൾ പിണറായി വിജയൻ ഓർക്കണം, CPM ഓർക്കണം, കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ഇപ്പോഴും CPM ആണ്. ഹിന്ദുക്കളാണ് എൻ്റെ മഹാഭൂരിപക്ഷം. പക്ഷേ നേതൃത്വ സ്ഥാനത്തൊക്കെ നിങ്ങൾ വേഷം മാറി വന്ന സുഡാപ്പികളെയൊക്കെ ആക്കിയിട്ടുണ്ട്. പക്ഷേ പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നവർ, ചാവാനും കൊല്ലാനും നടക്കുന്നവർ ഹിന്ദുക്കളാണ്. അതുതന്നെയാണ് നിങ്ങളോടുള്ള വൈരാഗ്യം. നിങ്ങൾ ഹിന്ദു പാർട്ടിയായി നിൽക്കുന്നു. നിങ്ങൾ വന്നാൽ, CPM വന്നാൽ കുറച്ചൊക്കെ ഒരു മയം ഉണ്ടാവും എന്ന് കരുതുന്ന ഹിന്ദുക്കൾ ഒരുപാടുണ്ട്, ഒത്തിരി പേരുണ്ട്. CPM വന്നാൽ ഹിന്ദുവിനെ അങ്ങ് മുച്ചൂടും മുടിക്കാനൊന്നും ചെയ്യത്തില്ല. കാരണം CPM അറിയാം, CPM അടിത്തറ ഹിന്ദു വോട്ടാണെന്നറിയാം. പക്ഷേ UDF എന്ന അതല്ല. UDF എന്ത് കളിയും കളിക്കും. UDF കളിച്ചിരിക്കുന്ന വൃത്തികെട്ട കളിയുടെ ഭരണ സംവിധാനത്തെ, പോലീസ് ഉൾപ്പെടെയുള്ള ഭരണ സംവിധാനത്തെ UDF ഹൈജാക്ക് ചെയ്യുന്നു എന്നതിൻ്റെ ആദ്യത്തെ ഉദാഹരണമാണ് ചേവായൂർ സംഭവം എന്ന് ഞാൻ നിരീക്ഷിക്കും. പ്രിയൻ എന്ത് തോന്നുന്നു? ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ ഈ പറഞ്ഞു വന്ന ലോജിക്ക് കറക്റ്റാണ്. ആ ലോജിക്ക് വെച്ച് എനിക്ക് തോന്നുന്നത് എപ്പോഴും ഈ ഭരണമാറ്റം ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പും ഭരണം മാറിക്കഴിഞ്ഞും ഉടൻ സിസ്റ്റത്തിനൊരു മാറ്റം വരും. അതെ, അപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവും. പോലീസ് ക്രൂരരാവും, പോലീസിൻ്റെ ഒരു ആശങ്കയുണ്ടാവും, അങ്കലാപ്പുണ്ടാവും. കാരണം ഈ ട്രാൻസ്ഫറൊക്കെ വരുമ്പോഴത്തേക്കും പോലീസിനകത്ത് ഇവർക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതുപോലെയാണ് എനിക്ക് തോന്നുന്നത് ഭരണമാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു ഒത്തുകളി നടപ്പുണ്ട് ഇതിനകത്ത്. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വീഡിയോയും മുഖ്യമന്ത്രിയും പോറ്റിയും കൂടെ ഒരുമിച്ചുള്ള ചിത്രം, എത്ര ഹാൻഡിലുകൾ വന്നു. ഒരു ബാലകൃഷ്ണൻ, ആരയാള്? സുബ്രഹ്മണ്യൻ, ആരയാള്? രാഷ്ട്രീയകാര്യ സമിതിയോ? ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ ഒരു നേതാവിനെ കുറിച്ച്. എൻ്റെ വിവരക്കാരായിരിക്കാം കേട്ടോ. അങ്ങനെ ഒരാളെ ചന്ദ്രശേഖർ ഇത് പങ്കുവച്ചിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. അതാ രാജു, അതാ പിന്നെ ആദ്യം പോയി രാജു ചന്ദ്രശേഖരനെ അറസ്റ്റ് ചെയ്യണ്ടേ? അങ്ങനെയൊന്നുമില്ല. ഇതൊന്നും പിണറായിയോ P ശശിയോ DGP ഉത്തരവിട്ടിട്ട് നടക്കുന്ന കാര്യമൊന്നുമില്ല. ഇപ്പോൾ ചേവായൂർ പോലീസ് സ്റ്റേഷനിൽ ഈ കേസെടുത്ത, ഈ നടപടിയെടുത്ത പോലീസുകാരുടെ താല്പര്യം എന്താണ് എന്ന് അന്വേഷിക്കണം. ഒരു സംശയം വേണ്ട, അവിടെ ഒരു ജിഹാദി പച്ച വെളിച്ചം UDF സ്വാധീനമുണ്ട്. 2 ആഭ്യന്തരമന്ത്രിമാർ, മുൻ ആഭ്യന്തരമന്ത്രിമാർ ഇപ്പുറത്ത് നിൽപ്പുണ്ടെന്നേ. അവർ പറഞ്ഞാൽ എന്തും ചെയ്യാൻ തയ്യാറുള്ള ഒരുപാട് ഉദ്യോഗസ്ഥർ കേരള പോലീസിലുണ്ടാവും. അങ്ങനെ പിണറായി വിജയനെ ഇപ്പോൾ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നത്, പിണറായി വിജയനെ രാഷ്ട്രീയമായി എതിർക്കേണ്ട എന്ന അഭിപ്രായം അല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിൻ്റെ പിന്നിൽ ഒരു ഹിന്ദു വിരുദ്ധ അജണ്ട കൂടിയുണ്ട് എന്നത് പറയാതെ തരമില്ല. ഞാനത് പറയും. ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകർക്ക് പോലും ഇത് ദഹിക്കത്തില്ല. പക്ഷേ സത്യമായി പറഞ്ഞല്ലേ പറ്റൂ. സത്യം വദ ധർമ്മം ചര. ഞങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്രിയമായിരിക്കാം, പക്ഷേ വസ്തുതയാണ്. ഇത് നിങ്ങൾക്ക് ബോധ്യം. ഇപ്പം പറയുമ്പോൾ ഇത് അത്ര സ്വീകാര്യമായി തോന്നാത്തവർക്കും അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ പറഞ്ഞതിനകത്ത് കാര്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നും. ഒരു കാര്യം ചെയ്യണം, ഒരു സഹായം വേണം. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ചാനലിലെ ലോഗോ IND ലൈവ് എന്ന് കിടന്ന ലോഗോയുടെ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ചാനൽ ഓപ്പണായി വരും. അവിടെ സബ്സ്ക്രൈബ് എന്നുള്ള ബാറിലൊന്ന് അമർത്തുക. എന്നിട്ട് ആ ബെൽ ഐക്കണും കൂടെ ഒന്ന് അമർത്തിയാൽ ഞങ്ങളുടെ ചാനലിനെ നിങ്ങൾ സഹായിക്കലാണ് ചെയ്യുക. അതോടെ നിരന്തരം മറ്റുള്ളവർ പറയാത്ത വാർത്തകളുമായി ഞങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ മുന്നിലെത്താൻ കഴിയും. സഹായിക്കണം.